വെൽക്കം ബാക്ക് ടു ഷീസ് ഫ്ലേവേഴ്സ്. ഇന്നൊരു വെൽക്കം ഡ്രിങ്കാണ് ഞാൻ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റിയുമുള്ളൊരു വെൽക്കം ഡ്രിങ്കാണ്. നമുക്ക് വീട്ടിലിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 7-അപ്പാണ്. 7-അപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് സോഡ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതിലേക്ക് നാരങ്ങ വേണം, മിൻറ്റ് ലീവ്സ് വേണം, ഷുഗർ സിറപ്പ് കുറച്ചുണ്ടാക്കിയിട്ട് അത് വേണം, കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തിയത്, പിന്നെ ഐസ് ക്യൂബ്സ്, പിന്നെ കളർ ഓപ്ഷനിലാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ പച്ചയോ അല്ലെങ്കിൽ നീലയോ ഒക്കെ ചേർക്കാം. ഡ്രിങ്കിനൊരു കളർഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. മിൻറ്റ് ലീവ്സ് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഒരു പിടി മിൻറ്റ് ലീവ്സ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 7-അപ്പാണ് എടുത്തിരിക്കുന്നത്. 7-അപ്പാണ് ഞാൻ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലെമൺ ജ്യൂസ് നമുക്ക് പിഴിഞ്ഞ് വയ്ക്കാം, ആവശ്യത്തിന് എടുക്കാം. ഇത് പൈനാപ്പിളാണ്, പൈനാപ്പിൾ കഷ്ണങ്ങളാക്കിയത്. പൈനാപ്പിൾ വേണമെന്നില്ല, പൈനാപ്പിൾ ഇല്ലാതെ നമുക്ക് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് പൈനാപ്പിളും മിൻറ്റ് ലീവ്സും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മിൻറ്റ് ലീവ്സും പൈനാപ്പിളും അരച്ചതാണ്. നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റാം. അതിന് ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ. നന്നായിട്ട് അരിച്ചെടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റാം. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കണം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ജ്യൂസിലേക്ക് മിൻറ്റ് ലീവ്സിനകത്തേക്ക് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും ഷുഗർ സിറപ്പും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണ് നമുക്ക് ഈ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ്, ഷുഗർ സിറപ്പ്, പൈനാപ്പിൾ, മിൻറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തത്. അതിലേക്ക് കഷ്കഷ് കുതിർത്ത് വെച്ചത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനിയിപ്പോൾ കളറ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കളർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 7-അപ്പ് ഒഴിച്ച് കൊടുക്കാം. 7-അപ്പിന് പകരം സോഡയും യൂസ് ചെയ്യാം. സോഡ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് മധുരം കൂടുതൽ ചേർക്കുക. ഷുഗർ സിറപ്പ് കൂടുതൽ ചേർത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. പതയൊന്ന് കുറച്ച് അടങ്ങുമ്പോൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നിറച്ചൊഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഒന്നുകൂടി സെറ്റ് ചെയ്യാം. നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ കുറച്ച് കളറാണ് ഞാൻ ആദ്യം ചേർക്കുന്നത്. പിന്നെ ഐസ് ക്യൂബ്സ് ഇട്ടു. അതിലേക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. മിൻറ്റ് ജ്യൂസ്, കുറച്ച് കഷ്കശ ഇട്ട് കൊടുത്തു. മിൻറ്റ് ജ്യൂസ് ഇട്ടു. ഇനി ഇതിലേക്ക് 7-അപ്പ് ഒഴിച്ച് കൊടുക്കാം. 7-അപ്പിന് പകരം സോഡയും ഒഴിച്ച് കൊടുക്കാം. 7-അപ്പ് ഒഴിച്ചിട്ട് ഫില്ല് ചെയ്യാം. അത് ഒത്തിരി ആദ്യം ഒഴിക്കുമ്പോൾ പതഞ്ഞ് പൊങ്ങി വരും. കുറച്ച് കുറച്ചായിട്ട് പതയൊന്ന് അടങ്ങിയ ശേഷം കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല കളർഫുള്ളാണ്. കളർ ചേർത്തതുകൊണ്ട്, കളറില്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.